കോട്ടയിൽ ഉത്സവാന്ന് പറഞ്ഞില്ലേ? ഇന്ന് പാമ്പാമ്പോട്ട് ശിവക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ രണ്ടാമത്തെ ദിവസമാണ്. നമ്മുടെ ഇന്നസെന്റ് ഒരു സിനിമയിൽ പറഞ്ഞ പോലെ 1 മണിക്കൂർ നേരത്തെ ഇറങ്ങേണ്ടതായിരുന്നു. എന്താന്ന് വെച്ചാൽ പേരാമ്പ്രയിൽ ഇപ്പൊ നല്ല ബ്ലോക്കാണ്. അപ്പൊ പേരാമ്പ്ര കൂടി പോകുന്ന ആരാണെങ്കിലും 1 മണിക്കൂർ നേരത്തെ ഇറങ്ങിക്കോളൂ കേട്ടോ. അങ്ങനെ നമ്മളിതേ അമ്പലത്തിന്റെ അവിടെ എത്തിയിട്ടോ. ആ അറ്റത്ത് നിന്നേ റോട്ടിൽ നിന്നേ ആ കൊട്ട് കുറേശ്ശെ കേട്ടുകൊണ്ടേയിരിക്കുകയാണ് കേട്ടോ. ആ ഒരു ഫീല് ഭയങ്കരമാണ്. ഉത്സവം നെല്ലായിലത്തെ ആണെങ്കിലും കോട്ടയത്തെ ആണെങ്കിലും ഉത്സവം എന്ന് പറയുന്നത് ഒരു വൈബ് തന്നെയാണ്. സാധാരണ കോട്ടയത്തെ ഉത്സവത്തിന് 3 ദിവസം ഞാൻ അവിടെ തന്നെ ഉണ്ടാവാറുണ്ട്. ഇത്തവണ എനിക്ക് സാധിച്ചില്ല. സംഭവം വീട്ടിലേക്ക് അധികം ദൂരമില്ലാത്ത കാരണം എപ്പോഴും പോയി വരുന്നുണ്ടെന്ന് വെച്ചാലും നാട്ടുകാരൊക്കെ കാണുന്നത് ഈ ഉത്സവത്തിനൊക്കെ. അപ്പൊ ഈ പോണ വഴിയിൽ കാണുന്ന ആൾക്കാരോടൊക്കെ വർത്താനം പറഞ്ഞ് പതുക്കെ അമ്പലത്തിലേക്ക് എത്തിയേട്ടോ. അവര് കൊല്ലത്തിലൊരുക്കി ഈ ഉത്സവത്തിനാണ് എന്നെ കാണുന്നത്. ഇതാണ് നമ്മുടെ വിജയമാമ. വിജയമാമ പറയാൻ എന്റെ ഹരി എന്റെ ചെരുപ്പ് ആരോ എടുത്തിട്ട് പോയി, ഞാൻ പുതിയ ചെരുപ്പ് വാങ്ങിച്ചു. ഇങ്ങനെ നടക്കുമ്പോഴാ അതാ നോക്കൂ, ഒരു വലിയ ഫാൻ സ്ഥാപിച്ചിട്ടുണ്ട് അമ്പലത്തില്. നല്ല അടിപൊളി ഫാൻ, നല്ല കാറ്റുണ്ട്. ഇങ്ങനെ കൊട്ട് കേട്ട് തുടങ്ങിയിട്ടാ. ആ ഫ്രണ്ടിലിരുന്ന് തലാട്ടം കണ്ടോ, അതെന്റെ അമ്മയാണ്. അമ്മയും കൊട്ടൊക്കെ പഠിക്കുന്നുണ്ട്. കുട്ടികൾ വീട്ടിലുണ്ടെന്ന് പറഞ്ഞല്ലോ, അതെ തപ്പി പിടിച്ചോരെണ്ണത്തിന് കിട്ടിയിട്ടുണ്ട്. നമ്മളൊരു മൈൻഡ് പോലും ഇല്ല അവിടെ ചെന്ന. അവളുടെ കൂട്ടുകാരിയുടെ കൂടെ കളിക്കുക. അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആട്ടോ ഋതിക. അവര് ക്ലാസ്മേറ്റ്സ് മാത്രല്ല കേട്ടോ, കസിൻ സിസ്റ്റേഴ്സും കൂടിയാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ തിരിച്ചു വന്നു. അങ്ങനെ പോരുമ്പോ എന്തോ ഒരു വിഷമം. അങ്ങോട്ട് പോയപ്പോഴത്തെ ബ്ലോക്ക് ഇല്ലല്ലോ ചേട്ടാന്ന് പറഞ്ഞപ്പോ ചേട്ടൻ ഒന്ന് തിരിഞ്ഞു നോക്കിയ കരുതിയെന്ന്. അപ്പുറത്തെ സൈഡിൽ നല്ല ബ്ലോക്ക് ഉണ്ടായിട്ടാ.